ഹലോ, അപ്പോൾ നമ്മുടെ സുവോളജിയുടെ ആൻസർ കീ വന്നിട്ടുണ്ട്. നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് ഒഴികെ. അതിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാത്രമേ വന്നിട്ടുള്ളൂ. അതേപോലെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. നല്ല ഈസി ആയിരുന്നു സുവോളജി, ബോട്ടണി അതെ. അപ്പോൾ എല്ലാവർക്കും ഇതേ മാർക്ക് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിയാവും അല്ലേ? എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ഞെട്ടിയിട്ടുണ്ടാവും. എല്ലാം അറിയുന്നതാണ് വന്നത്. അപ്പം അറിയാത്തവർ, ഇപ്പം പുതിയ കുട്ടികളുണ്ടാവില്ലേ നമ്മളുടെ ചാനലിൽ, അപ്പോൾ ഇതേപോലെ ആൻസർ കീയും ക്ലാസ്സസും എക്സാമും നിങ്ങളുടെ ഫൈനൽ എക്സാമിനോട് അടുപ്പിച്ച് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇൻറ്റൻസ് റിവിഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ സുവോളജിയുടെ ആൻസർ കീ ഓൺ ദ വേ. ഓക്കെ അപ്പോൾ നമ്മളുടെ സുവോളജി പാർട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ബോട്ടണി നല്ല അടിപൊളിയായിരുന്നു, നല്ല ഈസി ആയിരുന്നു. അപ്പോൾ നമ്മളുടെ സുവോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈവൻ മെൻറ്റിയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരെയുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ടിഷ്യൂ വിച്ച് ഇസ് സ്പെഷ്യലൈസ്ഡ് ടു സ്റ്റോർ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ഏതാണ്? എഡിപ്പോസ് ടിഷ്യൂ. ഓക്കെ, എഡിപ്പോസ് ടിഷ്യൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഓഡ് വൺ ഔട്ട്. ഇന്നലെ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഏതാണ്? ലെക്റ്റിൻസ് ഉണ്ട്, ആൽക്കലോയിഡ്സ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്. ഇതിൽ ഏതാണ് ഓഡ് വൺ? ഓക്കെ, അമിനോ ആസിഡ്സ് അല്ലേ, കാരണം അമിനോ ആസിഡ് ഇസ് എ പ്രൈമറി മെറ്റബോളൈറ്റ്, ബാക്കി എല്ലാവരും സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഇസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്? ഞാൻ പറഞ്ഞിരുന്നു യൂണിവേഴ്സൽ ഡോണർ O ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ആൻഡ് റെസിപ്പിയൻറ്റ് ഇസ് AB ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ്. നമ്മൾ ഇന്നലെ ഈ രണ്ട് ക്വസ്റ്റ്യൻസും എന്താണെന്ന് പറഞ്ഞിരുന്നല്ലേ, ഈ രണ്ട് വോളിയംസ് എന്താണെന്ന്. എന്താണ് ടി വി ഈസ് ടൈഡൽ വോളിയം and RV is residual volume. Okay, next question, which one is not associated with the structure of eye? ഐയുടെ സ്ട്രക്ചർ ആയിട്ട് അസോസിയേറ്റ് ചെയ്തതല്ലാത്തത്. കോർണിയ ഉണ്ട്, കോർണിയാണ്. ദെൻ കൊറോയിഡ് ഉണ്ട്, സെക്കൻഡ് ലെയർ ആണ്. ദെൻ ഐറിസ് ഉണ്ട് അല്ലേ, നമ്മളുടെ ആ ഒരു ഡാർക്ക് കളേർഡ് പോർഷൻ ആണ്. കോക്ലിയ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ഇയർ അല്ലേ, ഇന്നർ ഇയർ ആണ് നമ്മളുടെ കോക്ലിയ അല്ലേ. അപ്പോൾ അതാണ് ഓഡ് വൺ. Then observe the relationship between the first two terms and fill in the blank. Okay, coelomate, phylum, platyhelminthes. ഇന്നലത്തെ മെൻറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ത്? സ്യൂഡോസീലോമേറ്റ് ആരാണ്? ആഷെൽമിന്തസ്. ഓക്കെ, ആഷെൽമിന്തസ് ആണ് സ്യൂഡോസീലോമേറ്റ്. ദെൻ നിഡോബ്ലാസ്റ്റ്, ഫൈലം നിഡേറിയ, റാഡുല ആരുടെയാണ്? ഫൈലം മൊലുസ്കയുടെ ഫീഡിംഗ് ഓർഗൺ ആണ് റാഡുല. Okay, pseudocoelomate, Aschelminthus and Radula mollusca. Okay, distinguish between diffeodont and thecodont dentition. Okay, diffeodont and thecodont. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യോധ സീരീസ് എൻഡ് ഗെയിമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ദിസ് അല്ല. എന്താണ്? ഡിഫിയോഡോണ്ടും തീക്കോഡോണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. ഡിഫിയോഡോണ്ട് എന്ന് പറയുമ്പം 2 sets of teeth അല്ലേ, 2 sets of teeth ഉള്ളതിനെയാണ് നമ്മൾ ഡിഫിയോഡോണ്ട് എന്ന് പറയുന്നത്. ഡൈ 2 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയുണ്ട്? നമുക്ക് ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ടെമ്പററി മിൽക്കി ഡെസിഡുവസ് ടീത്തും ഉണ്ട്, പിന്നെ ഒരു പെർമനൻറ്റ് ടീത്തും ഉണ്ട്. അങ്ങനെ ഒരാളുടെ ലൈഫ് ടൈമിൽ 2 sets of teeth ഉള്ളതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡിഫിയോഡോണ്ട്. ആൻഡ് തീക്കോഡോണ്ട് എന്ന് പറയുമ്പം ടീത്ത് ആർ പ്രസന്റ് ഇൻ സോക്കറ്റ് ഓഫ് ജോബോൺ. അതിനെയാണ് നമ്മൾ തീക്കോഡോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. അപ്പം ഇന്നലെ ചെയ്തതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇതിനകത്ത് കിടപ്പുണ്ട് അല്ലേ. റെപ്റ്റീലിയ ഏതാണ്? റെപ്റ്റീലിയ എലിഗേറ്റർ. ദെൻ മെമേലിയ ടിറോപ്റ്റസ് അല്ലേ. ദെൻ എയ്സ് കോവസ്. ആംഫീബിയ സലമാൻഡർ. ഓക്കെ, ഇങ്ങനെയല്ലേ എല്ലാവരും മാച്ച് ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് ദ കറക്റ്റ് മാച്ചിങ്. ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോൺട്രിക് തൈസ് ആൻഡ് ഓസ്റ്റിക് തൈസ്. ഇന്നലെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പിക്ചർ വെച്ച് ചെയ്തിരുന്നു. അത് കൂടാതെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞതിൽ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു അല്ലേ. കോൺട്രിക് തൈസിനെയും ഓസ്റ്റിക് തൈസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും. കോൺട്രിക് തൈസ് എന്ന് പറയുമ്പം അവരുടെ എൻഡോസ്കെലട്ടൺ കാർട്ടിലേജിനസ് ആണ് എൻഡോസ്കെലട്ടൺ. ഇവരുടേത് ബോണിയാണ് അല്ലേ. മൗത്ത് വെൻട്രൽ, ഇത് മൗത്ത് ടെർമിനൽ. പിന്നെ സ്കെയിൽസ് പറയണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇവിടുത്തെ ടിറോയിഡ് സ്കെയിൽസ് ആണ്, ടിനോയിഡ് സ്കെയിൽസ്. ഇവിടെ സൈക്ലോയിഡ് സ്കെയിൽസ് ആണ് അല്ലേ.
സോറി ടിറോയിഡ് അല്ല, പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. ഓക്കെ, പ്ലാക്കോയിഡ് സ്കെയിൽസും ദെൻ ഇവർക്ക് എന്താണ്, ഇവർക്ക് പ്ലാക്കോയിഡ് സ്കെയിലാണ്. ഓക്കെ, പ്ലാക്കോയിഡ് സ്കെയിൽ, ഇവർക്ക് സൈക്ലോയിഡ് ടീനോയിഡ് സ്കെയിൽ. ഓക്കെ, പ്ലാക്കോയിഡ്, ഇവർക്ക് സൈക്ലോയിഡ് ടീനോയിഡ് സ്കെയിൽ. പിന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം, ഓപ്പർക്കുലം പ്രസന്റ് ആണ്, ഓപ്പർക്കുലം പ്രസന്റ്, എയർ ബ്ലാഡർ പ്രസന്റ്, ഇവർക്കിത് രണ്ടും ആബ്സെൻറ്റ്. ഇതിൽ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ വിത്ത് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. എക്സാമ്പിൾ എഴുതി പറയുമ്പോൾ ഇത് സ്കോളിഡൻ അല്ലേ, സ്കോളിഡൻ എഴുതാം, പ്രിസ്റ്റിസും എഴുതാം. എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാട്ട്ല എഴുതാം അല്ലെ, ഏതെങ്കിലും ബോണിഫിഷ് എഴുതിയാൽ മതി. കാട്ട്ല, ഹിപ്പോ ക്യാമ്പസ്, ഇതൊക്കെ എന്താണ്, ഓസ്റ്റിക്ടൈസ് ആണ്. ഓക്കെ, ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനൊരു എക്സാമ്പിളും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The peculiar feature of different phyla are given. ഈ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഏത് ഫൈലം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഓരോ ഫീച്ചറും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരുന്നു അല്ലേ, നോട്ട് ചെയ്ത് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഏതാണ്, പ്രസൻസ് ഓഫ് ഓസ്റ്റിയ, ഓസ്കുലം, കോയിനോസൈറ്റ്സ്. നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ ഇത് 3 വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതാണ്, ഫൈലം പോറിഫെറ. ഫൈലം പോറിഫെറ നമ്മളുടെ ഏറ്റവും ഫസ്റ്റത്തെ ഫൈലമാണ്. പ്രസൻസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ്, ബയോല്യൂമിനസെൻസ്. ഈ 2 ഫീച്ചർ കാണുമ്പോൾ ആരെ ഓർക്കണം എന്ന് പറഞ്ഞിരുന്നു, ഫൈലം ടീനോഫോറ. ഓക്കെ, ഫൈലം ടീനോഫോറ. Then body shows metameric segmentation. Nephridium is the excretory organ. Metameric segmentation ഉള്ളത് ആരാണ്, ഫൈലം Annelida. ഫൈലം Annelida. Body with chitinous exoskeleton, jointed appendages അല്ലെ, chitinous exoskeleton ആയിട്ടുള്ളത് ഫൈലം ഏതാണ്, നമ്മളുടെ ഏറ്റവും ലാർജസ്റ്റ് ഫൈലം, ഫൈലം ആർത്രോപോഡ. അല്ലെ, നമ്മളുടെ ഇൻസെക്ട്സ് ഒക്കെ ഉള്ളത് ഫൈലം ആർത്രോപോഡ. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ 11th ക്വസ്റ്റ്യൻ എത്തി. അപ്പോൾ സുവോളജിയുടെ ആണല്ലേ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ 11th ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പാൻഡ് ഇ സി ജി. ഇ സി ജിനെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാം. വാട്ട് ഡസ് ദ പി വേവ് ഇൻഡിക്കേറ്റ്? പി വേവ് എന്താണ്, പി വേവ് കാണിക്കുന്നത് ഓറിക്കുലാർ ഡീപോളറൈസേഷൻ അല്ലേ, നമ്മളുടെ ഏട്രിയൻ്റെ കോൺട്രാക്ഷൻ ആണ്. ഏട്രിയ ഡീപോളറൈസേഷൻ, ഏട്രിയയുടെ ഡീപോളറൈസേഷൻ ആണ് കാണിക്കുന്നത്. Then next question, a number of bonds with related to appendicular skeleton system is given below. Arrange them in 2 groups. 2 ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പെൻഡിക്കുലർ സ്കെലറ്റൻ സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ എങ്ങനെ തിരിക്കണം എന്ന് മനസ്സിലായില്ലേ. നമ്മളുടെ ഫോർ ലിംബിൻ്റെ ബോൺസും ഹൈൻഡ് ലിംബിൻ്റെ ബോൺസും ആണ് തന്നിരിക്കുന്നത്. എപ്രോപ്രിയേറ്റ് ഹെഡിങ്ങും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഫോർ ലിംബോ ഹൈൻഡ് ലിംബോ ആണെന്ന് ബോൺസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹൈൻഡ് ലിംബ്. അപ്പോൾ ഇവർ ഏതൊക്കെയാണ്, ഹ്യൂമറസ് ആരാണ്, നമ്മളുടെ ഫോർ ലിംബാണല്ലേ, ഇവിടുത്തെ നമ്മളുടെ ബോണാണ് നമ്മളുടെ ഹ്യൂമറസ്. ദെൻ ടിബിയ എവിടെയാണ്, ടിബിയ നമ്മളുടെ കാലിലെ ബോണാണ്. ദെൻ ടാർസൽസും ഇവിടെയാണ്, ടാർസൽസ്. ഓക്കെ, ദെൻ റേഡിയസും അൾണയും ഫോർ ലിംബിലുള്ളതാണ്, റേഡിയസ് അൾണ. ദെൻ ഫിബുല ഇവിടെയാണ്, ടിബിയ ഫിബുല ഇവിടെയുള്ള ആൾക്കാരാണ്. ദെൻ കാർപ്പൽസ് ഇവിടെ, ഫീമർ നമ്മളുടെ തൈ ബോൺ. ഓക്കെ, ദെൻ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൻ ഫ്ലോ ചാർട്ട് ലേബൽ ദ മിസ്സിംഗ് പാർട്സ്. അപ്പോൾ നമ്മൾക്കറിയാം കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ലേബലിംഗ് ആണ്. ഇതേപോലത്തെ ഒരു ഡയഗ്രാം നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഇത് എങ്ങനെ നമ്മൾ ലേബൽ ചെയ്യുക. ഏരിയോള ടിഷ്യൂ എന്താണ്, ഇറ്റ് ഈസ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏരിയോള കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിന് ഏത് എക്സാമ്പിൾ, നമുക്കറിയാം ഡെൻസ് റെഗുലറും ഇറഗുലറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ മാത്രമേ പഠിക്കാനുള്ളൂ. ടെൻഡൻസോ ലിഗമെൻസോ ഏത് വേണേ എഴുതാം, ടെൻഡൻസ് ഓർ ലിഗമെൻസ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡ് തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ്, ബോണും കാർട്ടിലേജും, ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Enlist any 4 types of synovial joint. Synovial joint നമുക്കറിയാലോ 5 ടൈപ്പ് ഉണ്ട്. ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി നിങ്ങൾ. ഏതൊക്കെയാണ്, ബോൾ ആൻഡ് സോക്കറ്റ് ഉണ്ട്, ഹിഞ്ച് ജോയിൻറ്റ്, പൈവറ്റ് ജോയിൻറ്റ്, ഗ്ലൈഡിംഗ് ജോയിൻറ്റ്, സാഡിൽ ജോയിൻറ്റും ഉണ്ട്. അത് എഴുതിയാലും കുഴപ്പമില്ല, ഏതെങ്കിലും 4 എണ്ണമാണ് ചോദിച്ചത്.
ഓക്കെ, 2 മാർക്ക് നല്ല സുഖമായിട്ട് കിട്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂറിക്കോടെലിക് യൂറിയോടെലിക് വിത്ത് എക്സാമ്പിൾസ്. ഇന്നലെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ യൂറിക്കോടെലിക്കും യൂറിയോടെലിക്കും. യൂറിക്കോ എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡ് ആണ് അവരുടെ നൈട്രോജനസ് വേസ്റ്റ്. യൂറിയോടെലിക് എന്ന് പറയുമ്പോൾ യൂറിയ ആണ് അവരുടെ നൈട്രോജനസ് വേസ്റ്റ്. ആരാണ് യൂറിയ? നമ്മൾ മാമൽസ് എല്ലാം എക്സാമ്പിൾ മാമൽസ് ആണ്, നമ്മളൊക്കെ യൂറിയോടെലിക് ആണ്. ദെൻ യൂറിക്കോടെലിക്കിന് ബേർഡ്സോ റെപ്റ്റൈൽസോ ആരെ വേണമെങ്കിലും എഴുതാം. ഒരു എക്സാമ്പിൾ ആണ് കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ അല്ലേ, ഗ്ലാൻഡും ഉണ്ട് ഹോർമോൺ ഉണ്ട് ഫംഗ്ഷനും ഉണ്ട്. നിങ്ങൾ ഗ്ലാൻഡും ഹോർമോണും എഴുതിയാൽ മതി. പീനിയൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ ഏതാണ്? മെലട്ടോണിൻ ആണ് അല്ലേ. മെലട്ടോണിൻ ബയോളജിക്കൽ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ്. ദെൻ പ്രൊലാക്റ്റിൻ മെമ്മറി ഗ്ലാൻഡിലെ മിൽക്ക് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏതാണ് ആ ഹോർമോൺ? ഈ പ്രൊലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബാണ്. ഓക്കെ, ദെൻ പാൻക്രിയാസിൻ്റെ തന്നെ ഫംഗ്ഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. ഇറ്റ് ഈസ് ഗ്ലൂക്കഗോൺ. ദെൻ ഹാർട്ടിൻ്റെ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽ. ഹാർട്ടിൻ്റെ ഒരേ ഒരു ഹോർമോൺ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ANF, ഏട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൻ ബിലോ. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ജോലസ് ഫിഷ് ആണ് അല്ലേ. ജോലസ് ഫിഷിൻ്റെ ക്ലാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. സൈക്ലോസ്റ്റൊമാറ്റ. കമൻറ്റ് ഓൺ ഇറ്റ്സ് മൈഗ്രേഷൻ എന്നാ പറഞ്ഞത്. ഇതിൻ്റെ മൈഗ്രേഷനെ പറ്റി എങ്ങനെയാണ് നമ്മൾ കമൻറ്റ് ചെയ്യുക? അവർ മെറൈൻ ആണ് ആക്ച്വലി. ദേ ആർ മെറൈൻ. പക്ഷേ സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും ഫോർ സ്പോണിങ്. ഓക്കെ, അതാണ് അവരുടെ മൈഗ്രേഷനെ പറ്റി നമ്മൾ കമൻറ്റ് ചെയ്യാനുള്ളത്. ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വിത്തിൻ വീക്സ് അവർ ഡെഡ് ആവും. ഓക്കെ, അതാണ് നമുക്കിതിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് 2 ടാക്സോണമിക് എയ്ഡ്സ് ആർ ഗിവൻ ബിലോ. അപ്പോൾ ഒരു ടാക്സോണമിക് എയ്ഡ്സിൻ്റെ 2 ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. സിമ്പിൾ. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക? ടാക്സോണമിക് എയ്ഡ് ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആൻഡ് കപ്ലേറ്റ് ആയിട്ട് കാണുന്നത് അല്ലേ. ഏതാണ്? നമ്മളുടെ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. കീ ആണല്ലേ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിൻ്റെ ബേസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ഓൺ ഡ്രൈഡ് പ്രസ്ഡ് ഷീറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാന്റ് സ്പെസിമെൻസിൻ്റെ ഡ്രൈഡ് പ്രസ്ഡ് സ്പെസിമെൻസ് എവിടെയാണ്? ഹെർബേറിയം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The different parts of alimentary canal of cockroach is listed below. Arrange them in a sequential order. Food passing ന്റെ ആ ഒരു ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ, ആദ്യം ഈസോഫാഗസ്. ആണ്. ദെൻ ഏതാണ്? ദെൻ ക്രോപ്പ് ആണ്. തേർഡ് ഗിസാർഡ് ആണ്. പിന്നെ ഇലിയം, കോളൺ, റെക്ടം. ഓക്കെ, എങ്ങനെയാണ്? ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, ഇലിയം, കോളൺ, റെക്ടം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The action of different enzymes present in Succus entericus. Intestinal juiceന്റെ കുറച്ച് എൻസൈംസ് വന്നിട്ടുണ്ട്. എന്താ പറയുക, വിട്ട ഭാഗം നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഡൈപെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്ന ആരാണ്? ഡൈപെപ്റ്റിഡേസ്. ഓക്കെ, മാൾട്ടേസ് എന്താക്കും? ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ദെൻ ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കുന്നത് ലാക്ടേസ്. ഓക്കെ, സൂക്രോസിനെ സൂക്രേസ് എന്താക്കി മാറ്റും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഓക്കെ, ദെൻ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കിഡ്നി ആർ ദ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി. നെയിം ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ ഫങ്ഷണൽ സ്ട്രക്ചറൽ യൂണിറ്റ് ഏതാണ്? ദേ ആർ നെഫ്രോൺസ്. ഓക്കെ, നെഫ്രോൺസ്. ദെൻ ലിസ്റ്റ് ഔട്ട് 3 മെയിൻ പ്രോസസ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ഏതൊക്കെയാണ് 3 മെയിൻ പ്രോസസ്? ഒന്ന് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ദെൻ സെക്രീഷൻ. ഈ 3 പ്രോസസ്സാണ് യൂറിൻ ഫോർമേഷൻ്റെ 3 steps. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് റൂം ഡിസ്കഷൻ എ സ്റ്റുഡൻറ് said that proteins are homopolymers. Do you agree with the statements? അല്ല, നിങ്ങൾ ഒരിക്കലും എഗ്രി ചെയ്യാൻ പാടില്ല. നോ, ബിക്കോസ് പ്രോട്ടീൻസ് എന്തല്ല? ഹോമോപോളിമേഴ്സ് അല്ല. നെയിം ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ എക്സിസ്റ്റ് ഇൻ ആനിമൽ വേൾഡ്. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ആനിമൽ വേൾഡിലെ അബണ്ടന്റ് പ്രോട്ടീൻ ഏതാണ്? ദാറ്റ് ഈസ് കൊളാജൻ. ബയോസ്ഫിയറിലാണെങ്കിൽ ഇറ്റ് ഈസ് റുബിസ്കോ ആൻഡ് ആനിമൽ വേൾഡിൽ കൊളാജൻ ആണ്. Then arrange the following words in a sequential order according to the transmission of sound. സൗണ്ടിൻ്റെ ട്രാൻസ്മിഷൻ അനുസരിച്ച് ഇവരെ സീക്വൻഷ്യൽ ഓർഡറിലാക്കാം. ആദ്യം ഏതാണ് വരുന്നത്? ആദ്യം ഇയർ ഡ്രം, ദെൻ ഇയർ ഓസിക്കിൾസ്,
ഇയർ ഓസിക്കിൾസ്, ദെൻ നമ്മളുടെ ഓവൽ വിൻഡോ, ദെൻ ബേസിലാർ മെംബ്രെയിൻ. ബേസിലാർ മെംബ്രെയിൻ്റെ മുകളിലാണ് ഹെയർ സെൽസ് ഉള്ളത്. ഓക്കെ, ശരിയല്ലേ? എല്ലാവർക്കും ഇങ്ങനെ തന്നെയല്ലേ? ഓക്കെ, then next question, an endocrine gland which has a major role in the development of immune system and in degeneration and does degenerate in aged individuals. ഏതാണ് ആ ഗ്ലാൻഡ് എന്ന് പറയുന്നത്? തൈമൻ ഗ്ലാൻഡ് ആണല്ലോ. നമ്മളുടെ ഇവിടെയുള്ള തൈമോസിൻ, തൈമോസിനാണോ തൈമിനാണോ? തൈമസ് ഗ്ലാൻഡ് അല്ലേ? ഓക്കെ, ഇവിടുന്ന് മുതലൊന്നുകൂടി പറയാം, ഒന്ന് ഇതാക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ 24th ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ മേജർ റോൾ ഉണ്ട്. ആൻഡ് ഡീജനറേറ്റ് ഇൻ ഏജ്ഡ് ഇൻഡിവിജ്വൽസിൽ ഡീജനറേറ്റ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? തൈമസ് ഗ്ലാൻഡ് ആണ് അല്ലേ? തൈമസ് ഗ്ലാൻഡ് ആണ്. ആൻഡ് നെയിം ദ ഹോർമോൺ വിച്ച് സെക്രീറ്റ്, ആ ഒരു ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോസിൻ. ഓക്കെ, തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് ആണ് നമ്മളുടെ ഈ ഒരു സെൻറ്ററിൽ കാണുന്ന, ആൻഡ് ഹോർമോൺ എന്ന് പറയുന്നത് തൈമോസിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇന്നലെ നമ്മൾ യോധ സീരീസ് എൻ ഗെയിമിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്? ദിസ് ഗ്രാഫ് ഷോസ് ദ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ലേ? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. വാട്ട് ആർ ദ 4 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓക്സിജൻ ബൈൻഡിങ് അല്ലേ? ഓക്സിജൻ ബൈൻഡിങ്ങിനെ ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനെ എഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്: ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ലോ ടെമ്പറേച്ചർ, ലോ pH. ഈ 4 ഫാക്ടേഴ്സാണ് ഈ ഒരു ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് ചാർട്ട് ABCD നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ല? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു യോധ സീരീസിൽ അല്ല? എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതിൻ്റെ ബേസിസിൽ. ബ്രെയിൻ ഉണ്ട്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ അല്ല? അപ്പോൾ ഇവിടെ ഏതാ വരിക? ഫോർ ബ്രെയിൻ ആൻഡ് സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, ഇവിടെ ഹൈപ്പോ തലാമസ്. ഈ 3 പാർട്സ് ആണ് നമ്മളുടെ ഫോർ ബ്രെയിനിൽ വരുന്നത്. മിഡ് ബ്രെയിനിൽ കോർപ്പോറ ക്വാഡ്രിജെമിന. ദെൻ നമ്മളുടെ ഹൈൻഡ് ബ്രെയിനിൽ മെഡുല്ല ഉണ്ട്, പോൺസ് ഉണ്ട്, സെറിബെല്ലം. ക്ലിയർ? ഇപ്പോൾ ഇവിടെ നെയിം ദ ട്രാക്ട് ഓഫ് നെർവ് ഫൈബർ വിച്ച് ഹെൽപ്പ് ടു കണക്ട് ദ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബർ ട്രാക്ട് ഏതാണ്? കോർപ്പസ് കലോസം. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ക്ലാസ് ഓഫ് എൻസൈം വിച്ച് ഡസ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എസ് റെഡ്യൂസ്ഡിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഇവിടെ ഓക്സിഡോ റിഡക്ടേസ് എൻസൈം ആണല്ലേ? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആണ് ഓക്സിഡോ റിഡക്ടേസ് അല്ലെ? ഡീഹൈഡ്രോജിനേസ് എൻസൈം എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഡീഹൈഡ്രോജിനേസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. Okay, then write any 3 factors which affect the enzyme activity. Enzyme activity ne affect ചെയ്യുന്ന 3 factors ഏതൊക്കെയാണ്? substrate concentration, pH, temperature. These are the 3 factors which affect enzyme activity. Then elementary canal of cockroach is given. Same figure മക്കളെ ഓർക്കുന്നുണ്ടോ ഇന്നലെ ചെയ്തത്? ഏതാണ്? ഇതേ സെയിം ഫിഗർ, ഒരു വ്യത്യാസവും ഇല്ല. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇത് നമ്മൾ ചെയ്ത കുറച്ച് കളേർഡ് പിക്ചറായിരുന്നു. ദെൻ ഏതാണ്? ക്രോപ്പ്. കാണുന്നുണ്ടോ? ഇപ്പോൾ എത്ര സന്തോഷം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതേ പിക്ചർ വന്നപ്പോൾ ഇത് ക്രോപ്പാണ്. ആൻഡ് ബി എന്ന് പറയുന്നത് ഗിസാർഡാണ്. ഓക്കെ, ബി ഗിസാർഡ്. സി ഹെപ്പാറ്റിക് സി കെ. ഇത് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഡി മാൽപീജിയൻ ട്യൂബ്യൂൾസ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് സി. സി എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് സി കെയുടെ ഫംഗ്ഷൻ എന്താണ്? സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹെപ്പാറ്റിക് സി കെയുടെ ഫംഗ്ഷൻ. നല്ല എളുപ്പം തോന്നില്ല? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 29th ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഗ്നാത്ത ജോലസ് ഫിഷസിൻ്റെ ക്ലാസ് ഏതാണ്? ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ദെൻ നമ്മളുടെ സൂപ്പർ ക്ലാസ് ഏതാണ്? സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് നാത്തോസ്റ്റൊമാറ്റ. ഓക്കെ, ഇത് ജോ ഉള്ള ആൾക്കാരാണ്. അതിൽ തന്നെ പീസസും ഉണ്ട്, ടെട്രാപോഡ. ഓക്കെ, ലിംബ് ഇല്ലാത്തതും ലിംബ് ഉള്ളതുമാണ്. ദെൻ പീസസിൽ കോൺട്രിക്ടൈസും
ഓസ്റ്റിക് തൈസും അല്ലേ, കാർട്ടിലേജിനസ് ഉള്ളതും ബോണി ഉള്ളതും, ഓസ്റ്റിക് തൈസും കോൺട്രിക് തൈസും. പിന്നെ നമ്മളുടെ ക്ലാസ് ആംഫീബിയ ഉണ്ട്, റെപ്റ്റീലിയ ഉണ്ട്, ദെൻ മെമേലിയ. ഓക്കെ, കംപ്ലീറ്റ് ആയി. ക്ലിയർ? ക്ലാസ്സസ് ആംഫീബിയ, റെപ്റ്റീലിയ, ഏസ്, മെമേലിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ടേംസ് ഇൻ കോളം എ വിത്ത് ഓൾസോ കോളം ബി ആൻഡ് സി. ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ആൻറ്റിജൻ ഉണ്ട്, ആൻറ്റിബോഡി ഉണ്ട്. നമുക്കറിയാം എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ എ ആവാൻ കാരണം അവരുടെ ബ്ലഡിൽ എ ആൻറ്റിജൻ ഉണ്ട്. എ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ആൻറ്റിബോഡി ബി ആയിരിക്കും. ദെൻ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് 2 ആൻറ്റിജനും ഉണ്ടാകും, ഒരു ആൻറ്റിബോഡിയും ഉണ്ടാവില്ല. ഓ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് നോ ആൻറ്റിജൻസ്, ബോത്ത് ആൻറ്റിബോഡീസ്. ഓക്കെ, ദിസ് ഇസ് ദ കറക്റ്റ് മാച്ചിങ്. ദെൻ അപ്പോൾ നമ്മളുടെ സുവോളജിയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഈസി ആയിരുന്നു, നമ്മൾ പഠിപ്പിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസ് അല്ലേ, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഒഴികെ ബാക്കിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ഹാപ്പി മക്കളെ, എല്ലാവർക്കും ഫുൾ മാർക്സ് ഷുവർ അല്ലേ?